എസ് രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. സംസ്ഥാന നേതൃത്വം ഇതിലൊന്നും വഴങ്ങില്ല, ഇതും ഇതിനപ്പുറവും കണ്ടതാണ്, ഇത് സ്ഥിരം ഭീഷണിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതായിട്ടാണ് ഇന്നലെ കെ സുരേന്ദ്രന്റെ ആത്മവിശ്വാസത്തോടെയുള്ള പ്രതികരണം മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മൾ കണ്ടല്ലോ. സംസ്ഥാന നേതൃത്വം ഇനിയൊരു അനുനയത്തിന് പോകില്ല, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന് ഇനി അധികം മാസങ്ങളില്ല, വെക്കുകയാണെങ്കിൽ രാജിവെക്കട്ടെ എന്ന് തീരുമാനിച്ചു നിൽക്കുകയാണോ സംസ്ഥാന നേതൃത്വവും മറുഭാഗത്ത്? രഞ്ജിത്ത്, സുജി, സ്വാഭാവികമായിട്ടും ദേശീയ നേതൃത്വം കൊടുത്ത പട്ടികയിലെ ഒരു പേര് അത് വെട്ടുക എന്നുള്ളത് സംസ്ഥാന നേതൃത്വത്തിനോ ജില്ലാ നേതൃത്വത്തിനോ ഒന്നും സാധ്യമാവാത്ത കാര്യമാണ്. അതാണ് ഇന്നലെ കെ സുരേന്ദ്രൻ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുള്ളത്. പ്രശാന്ത് ശിവനെ മാറ്റിക്കൊണ്ടുള്ള ഒരു സമവായത്തിനും ഇല്ല എന്നുള്ളതാണ്. അതിൽ സമവായത്തിനില്ല എന്നുള്ള കാര്യം നമുക്ക് മാറ്റിവെച്ചാൽ പ്രശാന്ത് ശിവനെ മാറ്റില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പ്രശാന്ത് ശിവന് കിട്ടിയ ഏറ്റവും വലിയ പരിഗണന എന്ന് പറയുന്നത് പ്രശാന്ത് ശിവൻ മുത്താൻ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. മുത്താന്തറയിലുള്ള ഏറ്റവും കൂടുതൽ BJPക്ക് സ്വാധീനമുള്ള, RSSന് സ്വാധീനമുള്ള പ്രദേശത്ത് നിന്ന് വരുന്ന വ്യക്തിയാണ്. അതിൻ്റെ ഒരു ബലത്തിലായിരിക്കണം പ്രശാന്ത് ശിവൻ എടുത്തിട്ടുണ്ടാവുക. മാത്രമല്ല യുവാവാണ്, നല്ല അവിടെ സമരമുഖത്തൊക്കെ സജീവമാണ്. ഈ ഗ്രൂപ്പിസം ഒന്ന് അവസാനിക്കട്ടെ എന്നുള്ള കാര്യം ദേശീയ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഒരു പുതിയ മുഖം വരട്ടെ എന്നുള്ള കാര്യത്തിൽ ദേശീയ നേതൃത്വം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം. അത് വെട്ടാൻ സംസ്ഥാന നേതൃത്വത്തിന് സാധിക്കില്ല. പ്രത്യേകിച്ച് RSSന് പോലും താല്പര്യം പ്രശാന്ത് ശിവനോടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതിൽ കുറഞ്ഞ സമവായ നീക്കങ്ങൾക്ക് ഇന്നലെ രാത്രി മുതൽ തന്നെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് BJPയുടെ ഭാഗത്തു നിന്നല്ല, RSSന്റെ ഭാഗത്തു നിന്നാണ്. RSSന്റെ ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാർ തന്നെ ശിവരാജൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെടുന്നുണ്ട്. അവർക്ക് പല ഓഫറുകളുമുണ്ട്. ഒരുപക്ഷെ ഓഫർ എന്നതിനേക്കാൾ അപ്പുറത്ത് അവർക്ക് ജില്ലയിലെ ഭാരവാഹിത്വത്തിൽ കൃത്യമായ അക്കോമഡേഷൻ, സംസ്ഥാന ഭാരവാഹിത്വത്തിൽ അക്കോമഡേഷൻ തുടങ്ങി അവരുന്നയിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം എന്നുള്ള കാര്യത്തിൽ ഒരു അനുനയ നീക്കം ഇന്നലെ രാത്രി മുതൽ നടക്കുന്നുണ്ട്. ആ അനുനയ നീക്കം ഇന്ന് ഫലം കാണുമോ എന്നുള്ളതാണ്. പക്ഷേ അനുനയ നീക്കം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ പ്രശാന്ത് ശിവൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇന്ന് പ്രശാന്ത് ശിവൻ ചുമതലയേൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രശാന്ത് ശിവനെ മാറ്റിക്കൊണ്ടുള്ള അനുനയത്തിനില്ല എന്ന നിലപാടിൽ തന്നെയാണ് BJP സംസ്ഥാന നേതൃത്വം. കാരണം ഒരു കുറച്ച് കൗൺസിലർമാർ ചേർന്ന് സമ്മർദ്ദത്തിലാക്കുമ്പോൾ ദേശീയ നേതൃത്വം എടുത്ത JP നദ്ദയും BL സന്തോഷൊക്കെ ചേർന്നെടുത്ത ഒരു തീരുമാനം വെട്ടിമാറ്റുകയാണെങ്കിൽ പിന്നെ ദേശീയ നേതൃത്വത്തിന് തീരുമാനത്തിന് ഒരു വിലയുണ്ടാവില്ല. അതുകൊണ്ട് അത്തരത്തിലൊരു അനുനയത്തിലേക്ക് പോകാനുള്ള സാധ്യത തീരെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ രാജിയിലേക്ക് പോകാതിരിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും എടുക്കുന്നുണ്ട്. ഒരു പക്ഷേ അവസാന നിമിഷം വരെ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യും എന്നാണ് നമുക്കിപ്പോൾ നേതൃത്വത്തിൽ നിന്ന് കിട്ടുന്ന വിവരം. VS രഞ്ജിത്ത്, ഇപ്പോൾ പാലക്കാട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രശ്നം അല്ലെങ്കിൽ പൊട്ടിത്തെറി നിൽക്കുന്നത്. മറ്റിടങ്ങളിലേതടക്കം പ്രഖ്യാപനങ്ങൾ എപ്പോഴായിരിക്കും? ഇപ്പോൾ 10 മണിക്ക് നമ്മൾ പാലക്കാട്ട് പ്രശാന്ത് ശിവൻ സ്ഥാനമേൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എല്ലായിടങ്ങളിലും ഇതേ സമയത്ത് തന്നെ ആയിരിക്കുമോ ഈ 30 ഭാരവാഹികളുടെയും പ്രഖ്യാപനം? ഒരേ സമയത്തല്ല സുജയ. ഇന്നലെ എല്ലാവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാൽ 2 മണ്ഡലം പ്രസിഡന്റുമാരെ അവരെ നോമിനേറ്റ് ചെയ്യുകയും പിന്താങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ അത് സംസ്ഥാന അധ്യക്ഷന്റെ അനുമതിയോടുകൂടി അവർ ജില്ലാ അധ്യക്ഷന്മാരായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ സ്ഥാനമേൽക്കുന്ന ചടങ്ങാണ് ഇന്ന് നടക്കാനുള്ളത്. എല്ലാ ജില്ലകളിലും ഇന്ന് തന്നെ നടക്കും. 27 ജില്ലകൾ, 30 സംഘടനാ ജില്ലകളാണുള്ളത്. അതിൽ ആറ്റിങ്ങലും പത്തനംതിട്ടയും ഇടുക്കിയിലെ തൊടുപുഴ ഭാഗത്തുള്ള ഒരു ജില്ലയും ഒഴിച്ചു നിർത്തിയാൽ ബാക്കി 27 ജില്ലകളിൽ ഇന്ന് സ്ഥാനാരോഹണം നടക്കും. മുതിർന്ന നേതാക്കന്മാർ ഓരോ ജില്ലയിലെയും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കോഴിക്കോട് ഇന്ന് പ്രകാശ് ബാബു, കോഴിക്കോട് അപ്രതീക്ഷിത നീക്കത്തിലൂടെയാണ് പ്രകാശ് ബാബു എത്തുന്നത്. കാരണം ഇരു ഗ്രൂപ്പുകൾക്കും സ്വാധീനമുള്ള ജില്ലയിൽ ആ ഗ്രൂപ്പുകളിൽ പെടാത്ത ഒരു 3ാം ഗ്രൂപ്പ് എന്നൊക്കെ മറ്റൊരാൾ വിശേഷിപ്പിക്കുന്ന ചേരിചേരാ നയം സ്വീകരിക്കുന്ന പ്രകാശ് ബാബു ജില്ലാ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം ഇന്ന് വൈകിട്ട് 4 മണിക്കാണ്. അതുപോലെ തന്നെ ഇന്ന് തന്നെ നടക്കും. സമയങ്ങളിൽ വ്യത്യാസമുണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, VS രഞ്ജിത്തും ഇക്ബാൽ അറക്കലുമാണ് വിവരങ്ങൾ നൽകിയത്. പ്രശാന്ത് ശിവനെ മാറ്റുന്ന ഒരു ഉപാധിക്കും വഴങ്ങാൻ തയ്യാറല്ല എന്ന് BJP സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുമ്പോൾ, അങ്ങനെ വ്യക്തമാക്കുമ്പോൾ ഇനി എന്ത്? കൗൺസിലർമാർ വിടുമോ? നഗരസഭാ ഭരണം BJPക്ക് നഷ്ടമാകുമോ? അതാണ് പാലക്കാട്ട് നിന്ന് ഇന്ന് വരാനിരിക്കുന്ന വലിയ വാർത്ത. നിരവധി